ഹായ്, ഞാൻ ജൂഡി. ഇപ്പോൾ തമ്പനയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ തയ്യലിൽ ഉടായ്പ് കാണിക്കാറുണ്ടോ? ഞാൻ കാണിക്കാറുണ്ട്. എങ്ങനെയാണെന്നല്ലേ? ഇപ്പോൾ ഇത് കണ്ടോ, ഞാനിങ്ങനെ എൻ്റെ ഡ്രസ്സും എൻ്റെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ തയ്ക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു നീറ്റില്ലാണ്ട് കണ്ടില്ലേ, ചുളിവ് വരും. ലാസ്റ്റ് ഇങ്ങനെ തയ്ച്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അറ്റം പ്രത്യേകിച്ച് ഇങ്ങനെ ഓർഗൻസ അല്ലെങ്കിൽ സാറ്റിൻ ഇതുപോലത്തെ ക്രേപ്പൊക്കെ തയ്ക്കുമ്പോഴത്തേക്ക് അടിയിൽ ലൈനിങ് ഒക്കെ വെച്ച് തയ്ക്കുമ്പം എപ്പോഴും ഇങ്ങനെ ചുളിഞ്ഞ് വരും. ഞാനിതിന് ഇങ്ങനെ മെനക്കെടാറില്ല, കാരണം എൻ്റെ കുട്ടികളുടെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സൊക്കെ അല്ലേ. അപ്പോൾ ആരാണ് വഴക്ക് ഇങ്ങനെ തയ്ക്കുമ്പോഴത്തേക്ക് ആരാണ് ചോദിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇതെന്തിങ്ങനെ കാണിച്ചേക്കുന്നത് എന്നൊന്നും ചോദിച്ച് നമ്മളെ വഴക്ക് പറയാൻ ആരും വരില്ലല്ലോ. പിന്നെ ഇതൊന്നും ആരും പൊക്കി നോക്കി അഭിപ്രായം പറയാനും വരില്ലല്ലോ നമ്മുടെ തന്നെ ഡ്രസ്സാകുമ്പം. അതുകൊണ്ട് ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഈ ഒരു ഫോട്ടില്ലേ, ഈ ഒരു ഫോട്ട് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ആ ഉടായ്പൊക്കെ നിർത്തി. എങ്ങനെയാണെന്നല്ലേ, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഫോട്ട്, ഇത് നമ്മൾ പൈപ്പിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നൊരു ഫോട്ടാണ്. കണ്ടോ, ഇനി അതിന് വിലയൊന്നുമില്ല, 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വാങ്ങിയ സമയത്ത്. കണ്ടില്ലേ ഈ ഫോട്ട്, നമ്മുടെ സാധാരണ ഫോട്ട് ഇടുന്ന പോലെ തന്നെ ഇത് നമുക്ക് മെഷീനിൽ ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. ഇത് എങ്ങനെ ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇവിടുത്തെ ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കത്തിയോ വലിച്ചിട്ട് നമുക്കിവിടുത്തെ ഇത് ഇങ്ങനെ ഊരി കൊടുക്കാം. ഈ സ്ക്രൂ ഇത് ഊരി കൊടുത്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. അത് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഈ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഞാൻ ഉടായ്പായിട്ട് തയ്ച്ച സാധനം ഞാനങ്ങനെ ഊരി. ഇനി നമുക്ക് ഇത് ചെയ്യാം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വശത്തോട്ട്, അതായത് ഈ ഫോട്ട് ഇങ്ങനെ ഇപ്പം നമ്മളിത് ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻസേർട്ട് ചെയ്തിട്ട് ഇനി നമ്മളിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ തയ്ച്ചത് ഞാനിവിടെ ഇങ്ങനെ ഞാനിവിടെ ഇങ്ങനെ അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മളത് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഈ ഫോട്ടൊന്ന് പൊക്കിയിട്ട്, ഇങ്ങോട്ടല്ലേ തയ്ക്കുന്നത്, അപ്പോൾ അതേപോലെ മടക്കിയിട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ കയറ്റിയിട്ട് നമുക്കൊന്ന് തയ്ച്ച് നോക്കാം. കണ്ടില്ലേ, വളരെ ഭംഗിയായിട്ട് നമുക്ക് ആ സ്റ്റിച്ചിങ് വരുന്നുണ്ട്. ചുളിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാണ്ട് ഇവിടുത്തെ മടക്കിൻ്റെ അതേ രീതിയിലായിരിക്കും നമുക്ക് സ്റ്റിച്ചിങ് വരുന്നത്. നമുക്ക് ആദ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് പാടായിട്ട് തോന്നും. പിന്നെ നമ്മളിതിങ്ങനെ ചെയ്ത് പഴയ തുണിയിൽ ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് അത് വരും. ഇത് കണ്ടോ, അപ്പം ഇതിൽ തന്നെ നേരത്തെ ഞാൻ തയ്ച്ചത് നോക്കൂ, ഇങ്ങനെ ചുളിവൊക്കെ വന്ന് ഇരിക്കുകയാണ്. കണ്ടില്ലേ, അപ്പം അതിനപേക്ഷിച്ച് ഇത് നോക്കിയേ, നമ്മൾ ഈ സിക്സാഗൊക്കെ ചെയ്യുന്ന പോലെ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നോക്കിയേ,
ഇതാണ് നല്ല വശം. ഇതിലൊന്നും ഒരു ചുളിവോ ഒന്നുമില്ലാണ്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ഈ സിക്സാഗ് മെഷീനിലൊക്കെ ചെയ്യുന്നത് പോലെ നമുക്ക് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഓർഗൻസ മെറ്റീരിയലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർഗൻസയുടെ ഫ്രോക്കൊക്കെ തയ്ക്കുമ്പം ഇത് തന്നെ കണ്ടില്ലേ. ഇത് ഞാൻ തയ്ച്ചില്ല, തയ്ക്കാൻ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടില്ലേ, ഈ സിക്സാഗ് മെഷീനിലൊക്കെ തയ്ക്കുന്ന പോലെ ഉണ്ടാവും അവസാനം നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേക്ക്. സാധാരണ നമ്മളിങ്ങനെ മടക്കി തയ്ക്കുന്നതിലും തയ്ക്കുന്നതിലും നല്ലത് ഇതുപോലെ ഈ ഫൂട്ട് വെച്ചിട്ട് തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് നീറ്റായിട്ട് കിട്ടും. കണ്ടില്ലേ. അതുപോലെ തന്നെ കുട്ടികളുടെ ഫ്രോക്ക് തയ്ക്കുമ്പോഴും ഞാൻ ഇപ്പോൾ ലൈനിങ് വരുമ്പോഴത്തേക്ക് ഈ ക്രേപ്പ് മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ഇതിൽ തന്നെ ഈ ഫൂട്ടിലാണ് തയ്ക്കുന്നത്. കണ്ടില്ലേ, എത്ര നീറ്റായിട്ട് ചുളിവൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും. അടിഭാഗം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സിക്സാഗ് മെഷീനിലൊക്കെ സ്റ്റിച്ച് ചെയ്ത പോലെ ചെറുതായിട്ട് ഉണ്ടാവും. ഇതിലൊന്നും ചുളിവില്ലാതെ നമുക്ക് തയ്ച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.